PC ജോർജ് മുൻകാലങ്ങളിൽ എതിരാളികളെ തെറിവിളിച്ച് പരാജയപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പലരെ ശപിക്കുകയാണ്. ഏറ്റവും അവസാനം കേരള പോലീസിനാണ് ആ ശാപം ഏൽപ്പിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിനോ പോലീസിനോ? കേരള പോലീസ്. തുലാമഴയുടെ സമയമാണ്, ഇടിവെട്ടി പെയ്യുന്ന മഴയാണ്. അപ്പോൾ നമ്മളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം മുഴുവൻ മഴയാണ്. മഴയുടെ ഒരു ഭീകര താണ്ഡവം. ഇടിവെട്ട് അത്രമാത്രമില്ല. തുലാമഴയുടെ ഇടിവെട്ട് അത്രയും കുഴപ്പമില്ല, വെള്ളിടിയാണ് കുഴപ്പം. പല പോലീസുകാരുടെയും തലയിൽ ഇടിവെട്ടി പോകേണ്ടതാണ്. വാസ്തവത്തിൽ വെള്ളിടി വെട്ടി പോകേണ്ടതാണ്. ഇപ്പം അദ്ദേഹം പരാമർശിച്ച കാര്യമെന്ന് പറയുന്നത്, PC ജോർജ് പല സത്യങ്ങളും പറയാറുണ്ട്. അദ്ദേഹം ഇത് പഞ്ചാരയിൽ പൊതിഞ്ഞൊന്നും വെക്കാറില്ല, ഹോമിയോ മരുന്ന് പോലെ. കൈപ്പേറിയ സത്യങ്ങൾ അതുപോലെ വിളിച്ചു പറയും, പലതും ശരിയും തന്നെയാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്, കേരള കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് കാളിയാർ എന്ന് പറയുന്ന സ്ഥലത്താണിത്. ആ കാളിയാർ എന്ന് പറയുന്ന സ്ഥലത്ത്, മധ്യ തിരുവിതാംകൂറിലെ കാളിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് കേരള കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് കാളിയാർ പോലീസിലെ സബ് ഇൻസ്പെക്ടർ അല്ല, സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഉത്തമൻ കയറി വന്നു. അവിടെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള സൻസൻ അക്കാക്കാടൻ എന്ന് പറയുന്ന ഒരാളെ കയറി വന്നിട്ട് ഒരു കാര്യവുമില്ലാതെ ചെപ്പക്കുറ്റി നോക്കി ഒരൊറ്റ അടി കൊടുത്തു. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അന്നുണ്ടായിരുന്നത് കേരള കോൺഗ്രസ് ആണെന്ന്, PC ജോർജ് വിഭാഗമല്ല. മുന്നിൽ നിന്നുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത് പ്രധാനപ്പെട്ട ആളാണ് PC ജോർജ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ഫൈറ്റ് ചെയ്യും, പേടിച്ച് മാറത്തില്ല, ഡിപ്ലോമസി ഒന്നുമില്ല, ചിരിച്ച് കാണിക്കത്തില്ല. തൻ്റെ ഇടമായിട്ട് തൻ്റെ പ്രവർത്തകരെ പിടിച്ചു നിർത്തുന്ന ആളാണ് PC ജോർജ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു മനുഷ്യൻ. ആ കാര്യത്തിൽ പേടിച്ചൊന്നും മാറുകയില്ല, ധീരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വഭാവമുള്ള, ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയുടെ നേതാവിനെ പോലെ പെരുമാറുന്ന ആളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ കേരള കോൺഗ്രസ്സിലല്ല PC ജോർജ്, BJPയിലാണ്. അപ്പോൾ BJP പ്രവർത്തകരുടെ ഒരു മാർച്ച് അങ്ങോട്ട് നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുത. DYFIയിലും SFIയിലും പെട്ട കുറേ പേരെ പോലീസാക്കി വെച്ചിട്ടുണ്ട്, തലപ്പാവും കൊടുത്തു വെച്ചിട്ടുണ്ട്. പോലീസിൻ്റെ യാതൊരു ഗുണവുമില്ല. അവരുടെ പ്രധാന പരിപാടി BJPക്കാരെ തല്ലുക, അടിക്കുക, ഇല്ലാതാക്കുക. പണ്ട് കണ്ണൂരിലൊക്കെ അവരുടെ സഖാക്കൾ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന പോലീസിന്റെ തലയിൽ ഇടുത്തി വീഴുമെന്നാണ് പറയുന്നത്. ഇടുത്തി വീഴുമെന്നാണ് പറയുന്നത്. അതെ, വെള്ളടി വെട്ടുമെന്നാണ് പറയുന്നത്. വെള്ളടി വെട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ശരിയാ, ഇപ്പം സാഹചര്യങ്ങൾ വെച്ച് ഓർത്ത് നോക്കുമ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു വ്യാജ സംഗമം നടത്തിയപ്പോൾ ഓരോന്നോരോന്നിൻ്റെ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ശാപം കിട്ടി. അയ്യപ്പൻ്റെ ശാപം CPMനെ ബാധിച്ചിരിക്കുക. കണ്ടില്ലേ? ഇത്രയും വർഷം ഒളിപ്പിച്ച് വെച്ചിരുന്ന കാര്യം ഇപ്പോൾ പുറത്ത് വരും. സജി ചെറിയാനും G സുധാകരനും മുട്ടനടി നടക്കുന്നു. മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയാണ്, മുട്ടനടി നടക്കുന്നു. CPMൽ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല, എളുപ്പമല്ലാതെ വന്നിരിക്കുന്നു. നാലുപാട് ഓടി നടക്കുകയാണ് പിണറായി വിജയൻ. ബഹ്റൈനിൽ പോകുന്നു, പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു, നിർമ്മലാ സീതാരാമനെ കാണാൻ പോകുന്നു, അമിത്ഷായെ കാണാൻ പോകുന്നു, സകലമാന മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ പോകുന്നു, സകലമാന മന്ത്രിയും കാണുകയാണ്. പണ്ടൊക്കെ ഈ മരണഭയം വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്ഷേത്രങ്ങളെല്ലാം ചെയ്തിട്ട് അവിടെ പ്രദക്ഷിണവും നടത്തും, ഓട്ടപ്രദക്ഷിണം നടത്തും. അങ്ങനെ പലതരത്തിലുള്ള പ്രദക്ഷിണങ്ങളുണ്ട്. ശയനപ്രദക്ഷിണം ഇങ്ങനെയൊക്കെ നടത്തും വെപ്രാളം പിടിച്ചിട്ട്, മരണഭയം കാരണം എന്ന് പറയുന്ന പോലെ എന്തോ ഒരു ഭയം അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ട്. ആ ഭയം കാരണമാണ് 40 പോലീസ് വാഹനങ്ങളുടെ അകമ്പടി സ്വീകരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ബഹുരാഷ്ട്ര സന്ദർശനങ്ങൾ, ബഹുമന്ത്രി സന്ദർശനം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർ അന്താളിപ്പ് വരുമ്പോൾ ഉണ്ടാകുമ്പോൾ, വെപ്രാളം വരുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്നുണ്ട്. ഭരണത്തിൻ്റെ അവസാന നാളുകൾ അടുത്തുനിന്നാണ് തോന്നുന്നത്. ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. അയ്യപ്പൻ നല്ല പണി കൊടുക്കുന്നെന്ന് തോന്നുന്നു. ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. മകളുടെ പേര് നേരത്തെ പല സമൻസ് വന്നു, ഇപ്പം മകൻ്റെ പേരിലും സമൻസ് വന്നു. കുടുംബം കൂട്ടത്തോടെ ഈ കുറ്റവാളികളുടെ ഒരു കൂട്ടമായിട്ട് ലാലു പ്രസാദിൻ്റെ കുടുംബം പോലായി തീർന്നു എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കിടയിൽ പരക്കുന്നു. സംശയമാണേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളുമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം പോയത്. കപടഭക്തൻ്റെയും വ്യാജഭക്തൻ്റെയും ഒന്നും സംഗമം എൻ്റെ മുമ്പിൽ വേണ്ട, ആവിനെയൊന്നും കപടാഭിനയം വേണ്ട എന്ന് അയ്യപ്പൻ താക്കീത് കൊടുത്തതുപോലെ തന്നെ ഈ ഇടിവെട്ടുക എന്ന് അദ്ദേഹം ശപിച്ച ശാപം. സത്യസന്ധമായ മനസ്സുള്ള ആൾ കാര്യം പറയുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് അങ്ങ് പറയുമെന്നല്ലാതെ പാർലമെൻ്ററി ഭാഷയൊന്നും അദ്ദേഹം നോക്കുകയില്ല. അതിൻ്റെ ഗ്രാമറും വൊക്കാബുലറിയും ഒന്നും നോക്കുകയില്ല, അങ്ങ് പറഞ്ഞു കളയും. അത് തൻ്റെ മെൻറ്ററായിരുന്ന KM മാണി ആയാലും ശരി, പിണറായി ആയാലും ശരി, ആരോടായാലും ശരി അദ്ദേഹം പറയും. CPMനോട് ഒരുമിച്ച് നിന്ന് മാണിക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്.
എന്തും വിളിച്ചു പറയും. അഴിമതി ആരോപണങ്ങൾ നമ്മൾ ഈ ഒളിപ്പിച്ചു വെക്കും. അല്ല, പക്ഷേ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹത്തെ പലതവണ വേട്ടയാടാൻ ശ്രമിച്ചിരുന്നല്ലോ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തല്ലോ. അറസ്റ്റ് ചെയ്തു. തീരെ വയ്യ, അവശനാണ് അദ്ദേഹം. പല രോഗങ്ങളും ബാധിച്ചിരിക്കുന്ന ആളാണ്. പിടിച്ചുകൊണ്ടുപോയി രായിക്ക് രാമാനം അവിടെ കൊണ്ടിട്ടു. ഒരു സീനിയർ രാഷ്ട്രീയക്കാരൻ്റെ യാതൊരു പരിഗണനയും കൊടുക്കാതെ, അസംബ്ലിയിൽ ചീഫ് വിപ്പായിരുന്ന ഒരാളിൻ്റെ യാതൊരു പരിഗണനയും കൊടുക്കാതെ അദ്ദേഹത്തിനെ വേട്ടയാടി പോലീസ് അതിക്രൂരമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അതിന് പകരമായിട്ടാണ് എനിക്കല്ലേ വയ്യാതായിട്ടുള്ളൂ, എൻ്റെ മോൻ നവ യൗവനമാണ്, അവനെ BJP-കാരനാക്കി. BJP-യുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. കറതീർന്ന BJP-കാരനായിട്ട് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ക്ലാസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുകൊണ്ട് BJP-കാരുമായിട്ട് അദ്ദേഹത്തിനുണ്ട്. ആ ക്ലാസ് ഇൻട്രസ്റ്റ് നല്ല ഒരു പാതയിലൂടെ ഇപ്പോൾ പോകുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാണിംഗ് ഇതാണ്, അതായത് ഈ പാർട്ടി ഇനി എത്ര നാൾ പോകും, ഒരു 6-7 മാസം മാക്സിമം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിണറായി വിജയൻ ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല, ഒന്നാമത്തെ. അതുപോലെ നിങ്ങൾ ഈ കളിക്കുന്ന കേരളത്തിൽ കിടന്ന് നിങ്ങളുടെ പോലീസുകാർ, SFIക്കാർ, തലപ്പാവിട്ട SFIക്കാരാണല്ലോ ഇപ്പോഴത്തെ പോലീസ് പലതും. അവരെ കൊണ്ട് BJP-കാരെ മർദ്ദിക്കുകയും തല്ലി ഒതുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ആകെപ്പാടെയുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 2 ലക്ഷം മെമ്പർമാരാണ്. അദ്ദേഹം പറഞ്ഞ കണക്കാണത്. അതേസമയം BJP-യെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 14 കോടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്രസക്തമായിരിക്കുന്നു. നിങ്ങളിനി 6-7 മാസം കൂടെ ഓടത്തുള്ളൂ ഈ പരുവത്തിൽ. കാരണം അദ്ദേഹം അത് ചോദിക്കുന്നതാണ്. പിന്നെ അവിടെ CPM-ൻ്റെ പ്രവർത്തകനായിട്ട് വന്ന ഒരു ലോക്കൽ കമ്മിറ്റിയിലെ പ്രവർത്തകൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ മറ്റോ, പാർട്ടി മാറി BJP-യിൽ വന്ന ആളിനോട് ചോദിച്ചും കൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ എത്ര കാലം BJP-യിലല്ല CPM-ലുണ്ടായിരുന്നു? ഞാനൊരു 7 വർഷം. എൻ്റെ മോനെ നീ എങ്ങനെ സഹിച്ചടാ ഇത്, ഈ പീഡനം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു പാർട്ടിയാണത്. ഒതുക്കും, പിണറായി സ്തുതി പറയാത്തവരെ ഒതുക്കും. അതും അദ്ദേഹം പറഞ്ഞു. ഇതിപ്പോൾ CPM-ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നുമല്ല, പിണറായി പാർട്ടിയാണ്. കുറേ കമ്മ്യൂണിസ്റ്റുകാർ കിടന്ന് പിണറായിയെ സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ സ്തുതി പാടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുക. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒന്നിപ്പോൾ ലോകത്ത് തന്നെ ഇല്ല, റഷ്യയിലില്ല. CPIM അല്ലല്ലേ, ഇപ്പോൾ V ആണ്, വിജയൻ. അതെ, PV ആണ്. CPM ആ പേയും സൂചിപ്പിക്കുന്നത് പിണറായി വിജയനെയാണ്, CPM-ൻ്റെ. അപ്പോൾ അത്തരത്തിലൊരു പാർട്ടിയായിട്ട് മാറി. അതല്ലേ അതിൻ്റെ അവസാന വാക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഈ ദേശീയ ജനറൽ സെക്രട്ടറി ചെന്നൈയിൽ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് തിരുത്തിയ ആളാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനെതിരെ അപ്പോൾ അച്ചടക്ക നടപടി എടുക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് അനുവദിക്കാമല്ല. അവസാന വാക്കെന്ന് പറയുന്നത് ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. അവിടോട്ട് പോവുകയാണ് ജനാധിപത്യം എന്ന്. അല്ലാതെ വികേന്ദ്രീകരിച്ചിരുന്ന ഓരോ ഘടകത്തിനും ഓരോ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. അധികാരമെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ജനറൽ സെക്രട്ടറിയല്ലാണ്. അദ്ദേഹം പറയുന്നതിനപ്പുറം ആരും പറഞ്ഞുകൂടാ. മനസ്സിലായി? അത് ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ എല്ലാവരുടെയും അഭിപ്രായം കേന്ദ്രീകരിച്ച ഒരാളാണ് അവിടെ. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതീകമാണ് ജനറൽ സെക്രട്ടറി. മനസ്സിലായി? ആ ജനറൽ സെക്രട്ടറി പറഞ്ഞതിനെ ഇവിടെ ഇരുന്നുകൊണ്ട് അയാൾക്ക് അറിയാഞ്ഞിട്ട് പറഞ്ഞതാണ്. അതിനെ നിഷേധിച്ചു. ഇങ്ങനെയൊന്നും ചെയ്യുന്നതിന് മുമ്പ് ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം ആരാണ്? അത് നടന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അച്ചടക്കലംഘനമാണ്. പൗളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കാൻ മതിയായ കാരണം അതൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെയാണ് സുധാകരനും സജി ചെറിയാനും തമ്മിലുള്ള വഴക്ക്. PC ജോർജും ഇത്തരത്തിൽ പണ്ട് CPM-ഉമായെല്ലാം മറ്റൊരു പാർട്ടി ആയിരുന്നാലും വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനുള്ളിലായിരുന്നു. അപ്പോൾ സുധാകരനും ഇനി ആ പാളയത്തിലേക്ക് തന്നെ പോകുമോ? PC ജോർജിന്റെ വഴി പിന്തുടരും? സുധാകരൻ പോവുകയൊന്നുമില്ല. അവസാനം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിച്ച് ശേഷം കാലം ഇനി അങ്ങോട്ട് പോവില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് അവർക്ക് വലിയൊരു ഭീഷണിയായിട്ട് അച്യുതാനന്ദനെ പോലെ തന്നെ അതിനകത്ത് നിൽക്കും. അതിനകത്തൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് സംസ്കാരം തലയ്ക്ക് ബാധിച്ചിട്ടുള്ളവർക്ക് അത് വിട്ടുപോകാൻ പറ്റില്ല. അടിയുറച്ചു തന്നെ നിൽക്കും അവസാനം വരെ. പക്ഷേ ഫൈറ്റ് ചെയ്യും, പേടിക്കില്ല. ഇപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ പറയാമെങ്കിൽ സജി ചെറിയാൻ ജനറൽ സെക്രട്ടറി ഒന്നും അല്ലല്ലോ അദ്ദേഹത്തോടെ പറയാൻ. സജി ചെറിയാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ്. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സജി ചെറിയാൻ എന്നെ ഉപദേശിക്കാനുള്ള അവകാശവും അധികാരമൊന്നുമില്ല, പാർട്ടിയോട് ചേർന്ന് പോകണമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഇയാൾ പൊയ്ക്കോ, ഇയാൾക്ക് കാര്യസാധ്യമുണ്ട്, ഉപകാരസ്മരണ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പറയാനുള്ളത് പറയും.
ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ നിന്നുകൊണ്ട് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നത്. താൻ തന്നെ പാടുപോകുമെന്ന് പറഞ്ഞ് ജി സുധാകരൻ പറഞ്ഞതാണ് രാഷ്ട്രീയമായിട്ടും കമ്മ്യൂണിസ്റ്റ് പരമായിട്ടും ശരികേടാണ് കാണിച്ചത്. കാരണം ജൂനിയറായിട്ടുള്ള ഒരു മെമ്പർ സീനിയറായിട്ടൊരു മെമ്പർക്ക് ഉപദേശം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയനെ ഉപദേശിക്കാൻ അദ്ദേഹത്തിന് അതിൻ്റെ സീനിയോറിറ്റി ഉണ്ടായിരുന്നു. ഇയാൾ ആരാ സജി ചെറിയാൻ? എന്തെങ്കിലും വിവരമുള്ള ആളാണോ അദ്ദേഹം? സാംസ്കാരിക മന്ത്രിയാണെന്നും പറഞ്ഞിരിക്കുക. ഭരണഘടന എന്ന് പറയുന്നത് കുന്തവും കുടച്ചക്രമാണെന്നും പറഞ്ഞ് നടക്കുന്നു. ആ കുന്തവും കുടച്ചക്രത്തിനും വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അതിൻ്റെ രാഷ്ട്രീയം പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ആ സമയത്ത് ഇത് കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രാഷ്ട്രീയമായിട്ട് തന്നെ ഇവരുടെ തോൽവി സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്. അവരുടെ ലൈൻ ശരിയല്ല എന്നല്ലേ സമ്മതിക്കുന്നത്. ഇതൊന്നും ആലോചിക്കുക വായിത്വം എന്ന് പറയുന്ന ആളാണ് സജി ചെറിയാൻ. ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കച്ചവടക്കാരനോ മറ്റോ ആവാനുള്ള യോഗ്യത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരിക്കാനുള്ള യോഗ്യതയൊന്നും ഇപ്പോൾ പലർക്കുമില്ല. അതാണ് ഇതിനെ പ്രശ്നം. ഈ കാര്യങ്ങളൊക്കെയാണ് പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല, പിണറായിയുടെ പാർട്ടിയാണ്. പിണറായിക്ക് കുറേ കാര്യങ്ങൾ സാധിക്കാനുള്ള പാർട്ടിയാണ്. പിണറായിക്ക് പോലീസിൻ്റെ അതുപോലെ തന്നെ CBIയുടെ EDയുടെ ഒക്കെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാ കവചം അല്ലെങ്കിൽ ഒരു രക്ഷാ ദൗത്യം മാത്രമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്ന് പി സി ജോർജ് പറഞ്ഞത് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു വസ്തുത തന്നെ, സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.